മറ്റുള്ള അവൻ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? തൊപ്പി തൊഴിച്ചു, പിഴിച്ചു, അടിച്ചു, തൊഴിച്ചു, ഷഡ്ഡി കഴിപ്പിച്ചു. ഇവന്മാരൊക്കെ നട്ടല്ല ആൺകുട്ടികളാണെങ്കിൽ ഈ ഷഡ്ഡി കഴിപ്പിക്കുമ്പോൾ ഇറങ്ങിപ്പോണായിരുന്നു. എന്തുകൊണ്ട് ഇവന്മാർ പോയില്ല? പോകാൻ പറ്റില്ല. നല്ല പണം കിട്ടുന്നുണ്ടാവും, നല്ല പൈസ കിട്ടുന്നുണ്ടാവും, നല്ല സുഖ ജീവിതമല്ലേ. ഒരു പണിയും എടുക്കാണ്ട് സുഖസുന്ദരമായി ജീവിക്കുന്ന സമയം പിന്നെ എങ്ങനെ ഇറങ്ങിപ്പോവും? ഇവർക്ക് കുറച്ച് പ്രശസ്തിയൊക്കെ ആയി, കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയി, അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അതായിരിക്കും. അല്ലാതെ ഈ തൊപ്പി എടാ വാടാ മക്കളെ, നിങ്ങൾ വാടാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാവോ? ഇല്ല എന്നാ ഒന്ന്. അതൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഇവന്മാരെയൊക്കെ അല്ലേ ചെറിയ മക്കളൊക്കെ റോൾ മോഡലായിട്ട് എടുത്തത് അല്ലേ? എത്ര കാലം ഈ തൊപ്പി എന്നൊക്കെ പറഞ്ഞ് എത്ര ആൾക്കാർ നടന്നു. ഇവരൊക്കെ എന്തൊക്കെ ചിത്രങ്ങളവിടെ ചെയ്ത് കൂട്ടിയത്. എല്ലാം പുറം ലോകം അറിയാൻ തുടങ്ങിയില്ലേ? എത്ര ആൾക്കാരാണ് ഇവരെ ഫോളോ ചെയ്ത്, എത്ര ചെറിയ ചെറിയ മക്കളാണ് ഇവരെ കൂടെ നടന്നത്, ചെയ്യും വിളിച്ച് നടന്നത് അല്ലേ? ഇതൊക്കെ കണ്ടു പഠിക്കുന്ന മക്കള്, ചെറിയ മക്കള്. ഇപ്പം എല്ലാ ചെറിയ കുട്ടികളുടെയിലും ഫോണാണ്, എല്ലാവരും ഇതൊക്കെ കാണുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇത് ലൈവില്? ഇതൊക്കെ എന്തൊക്കെയാണ് ലൈവിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവല്? ഇപ്പോൾ തന്നെ വിളിച്ചു പറയുന്ന വാക്കുകൾ കണ്ടില്ലേ? ചെറ്റത്തരം, ചീത്ത മാത്രം വിളിച്ചിട്ടാണ് അവർ ഓരോ ലൈവ് ഇപ്പോഴും ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പാര വെക്കുന്നത്, പണ്ട് ചെയ്ത ചെറ്റത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ വെറും തെറി വിളിച്ച്, പച്ച തെറി വിളിച്ചിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ മക്കളൊക്കെ കണ്ട് പഠിക്കുന്നു. ഇതൊക്കെയാണോ പഠിക്കേണ്ടത്? ചിന്തിക്കണം. നമ്മൾ കുറേ ഉണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മക്കൾക്കൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ വീഡിയോസാണോ, ഇവരെ പോലുള്ളവരുടെ ലൈവാണോ കാണുന്നതെന്ന് ശരിക്കും ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇവർ ഒന്നിച്ച് ചെയ്ത ചെറ്റത്തരങ്ങൾ വിളിച്ച് പറയുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മളെ കൂടെ നടക്കുന്ന എല്ലാ ചങ്ങായിമാരെയും എങ്ങനെയുള്ളവരാണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന്. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും, ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. നമ്മളെല്ലാം വിളിച്ചു പറഞ്ഞാൽ അവസാന കാലഘട്ടം നമ്മൾ തെറ്റിപ്പോയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. പറയാൻ പറ്റില്ല, മനുഷ്യരാണ്. തീക്കൊള്ളി കൊണ്ട് പുറം ചൊറിയുന്നത് പോലെയാവും. എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവസാനം തിരിച്ച് നമുക്ക് തന്നെ അതൊരു ആയുധമായി മാറും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ കൂട്ടുകാരോട് പറയേണ്ടത്, കാലം അതാണ്. ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കുക തന്നെ വേണം. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കൂട്ടുകാർ ചങ്ങായിമാരൊക്കെ ഒന്നിച്ച് നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തമാശ രീതിയിൽ ചെറിയ ചെറിയ തമാശകളൊക്കെ പറയും. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിന് മക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവരെ മനസ്സിലെ പക എപ്പോഴെങ്കിലും പൊട്ടും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കൂലേ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ? കുറേ ആൾക്കാർ പറയുന്നത് സ്ക്രിപ്റ്റാന്ന്, ഇവർ കളിക്കുന്ന നാടകമാണെന്ന്. അതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും ചെയ്യും. അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, കുറച്ച് ആൾക്കാർ അറിയണം, അതിനുവേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അഭിപ്രായം.